പറഞ്ഞു, അന്ത്യനാളായി കഴിഞ്ഞാൽ പക്ഷികളുടെ ചിറകുകളെ പോലെ ചിറകുകളുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെ വരും. അവർ സ്വർഗത്തിന്റെ തോപ്പുകളിലൂടെ തോട്ടങ്ങളിലൂടെ ഇങ്ങനെ പറന്നു നടക്കും. മനുഷ്യരാണ്, പക്ഷേ പക്ഷികളെ പോലെ ചിറകുകളുണ്ടാവും. എന്നിട്ട് അവർ സ്വർഗത്തോപ്പുകളിലൂടെ ഇങ്ങനെ പറന്നു നടക്കും. അപ്പൊ ഫയഖൂലു ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരൻ വന്ന് അവരോട് ചോദിക്കും. ഇവര് സ്വർഗത്തിൽ കയറിയാലും സ്വർഗത്തിന്റെ കാവൽക്കാരൻ പോലും അറിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ തോട്ടത്തിലൂടെ പറന്ന് നടക്കുമ്പോൾ തോട്ടത്തിന്റെ കാവൽക്കാരായ മലക്കുകളൊന്ന് ചോദിക്കും, മന്നന്തും, നിങ്ങൾ ആരാണ്? പറയും, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയും മലക്കുകളോട്. അപ്പൊ മലക്കുകൾ ചോദിക്കും, ഹൽ റഅയ്തുൽ ഹിസാബ, നിങ്ങൾ വിചാരണ കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? സ്വർഗത്തിലേക്ക് വരണമെങ്കിൽ വിചാരണ കഴിഞ്ഞ ഹിസാബ് കഴിയും. നിങ്ങൾ വിചാരണ കഴിഞ്ഞ് വന്നവരാണോ എന്ന് ചോദിക്കും. അവർ ഇല്ല, ഞങ്ങൾ വിചാരണ ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾക്ക്. മലക്കുകൾ ചോദിക്കും, ഹൽ റഅയ്തുൽ സിറാത്ത, നിങ്ങൾ സിറാത്ത് പാലം കടന്നാണോ വന്നത് എന്ന് ചോദിക്കും. സ്വർഗത്തിൽ വരേണ്ടവരെല്ലാം സിറാത്ത് കടന്നാണ് വരേണ്ടത്. അപ്പൊ അവർ പറയില്ല, ഞങ്ങൾ സിറാത്തൊന്നും കടന്നിട്ടില്ല എന്ന് പറയും. വീണ്ടും മലക്കുകൾ ചോദിക്കും അവരോട്, ബിമ വജത്തും ഹാദിഹി ദറജാത്ത്, ഇത്ര വലിയ ദറജ നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? വിചാരണ നേരിടാതെ സിറാത്ത് കടക്കാതെ നേരിട്ട് വന്ന് ഞങ്ങൾ പോലും അറിയാതെ സ്വർഗത്തിൽ ഇങ്ങനെ വന്ന് പാറി പറന്ന് നടക്കുന്ന നിങ്ങൾക്ക് ഇത്രയും വലിയ ദറജ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അബദനല്ലാഹ സിർറാ, ഞങ്ങൾ ഭൂമിയിൽ വെച്ച് രഹസ്യമായി പടച്ചോനെ ആരാധിച്ചവരാണ്. ആരും അറിയാത്ത ചില ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഇബാദത്ത്? നോമ്പാണ്. നോമ്പ് അതീവ രഹസ്യമായ ഇബാദത്താണ്. മറ്റ് ഇബാദത്തുകളിൽ പ്രകടനപരത വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരാളുടെ നോമ്പിനെ കുറിച്ച് മറ്റൊരാൾക്ക് അറിയില്ല, ഉണ്ടോ ഇല്ലോ എന്ന് അറിയില്ല. ഒരു രഹസ്യമായ ഇബാദത്താണ്. ഞങ്ങൾ രഹസ്യമായി ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവരാണ്. അതുകൊണ്ട് വദ്ഖൽനൽ ജന്നത സിർറൻ ഫിൽ ആഖിറ, അള്ളാഹു ഞങ്ങളെ രഹസ്യമായി തന്നെ ഈ സ്വർഗത്തിൽ കടത്തിയതാണ്. നിങ്ങൾ പോലും അറിയാതെ വളരെ രഹസ്യമായി ഞങ്ങളെ സ്വർഗത്തിൽ കടത്തി എന്ന് പറയും. അതുകൊണ്ട് നോമ്പിന്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കി തരുന്നത്. നോമ്പ് രഹസ്യമായ ഇബാദത്തായതുകൊണ്ട് തന്നെ അതിന് തരുന്ന കൂലികളും രഹസ്യമായിരിക്കും. എല്ലാ ഇബാദത്തുകളിൽ നിന്നും അല്ലാഹു തആല മദ്ലൂമിനെ എടുത്തു കൊടുക്കും. നമ്മളാൽ ആക്രമിക്കപ്പെട്ടവരെ നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു കൊടുക്കും. പക്ഷെ നോമ്പ് അല്ലാഹു തആല കൊടുക്കൂല. നോമ്പ് രഹസ്യമായ ഇബാദത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ അമലും എനിക്കാണ്, ഞാനാണ് എല്ലാത്തിനും കൂലി കൊടുക്കുന്നത്, നോമ്പൊഴികെ എന്നുള്ളത് പറയുന്നത്. നോമ്പിന് എത്ര കൂലി എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ കൂലി അള്ളാഹു ഓരോരുത്തരുടെയും ത്യാഗത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും ഇഖ്ലാസിനനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ തരികയാണ് ചെയ്യുക. അത്ര മഹത്തായ ഒരു വിവാദത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മഹത്വം മനസ്സിലാക്കുക. വളരെ നല്ല നിലയ്ക്ക് അത് പിടിക്കാനും പൂർത്തീകരിക്കാനൊക്കെ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.